ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ബേക്കറി സ്റ്റൈലിലുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ടീ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടീ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുവാണ്. 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. 250 ml കപ്പിൽ 1.5 കപ്പ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ മിസ്സായതാണ് എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ്. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറുള്ളത് വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസെൻസും 1/2 ടീസ്പൂണ് ഐസ്ക്രീം എസെൻസ് അല്ലെങ്കിൽ ഓറഞ്ച് എസെൻസോ ചേർത്ത് കൊടുക്കാം. ഇനി ഈ എഗ്ഗ് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് പഞ്ചസാരയായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഹൈ സ്പീഡിൽ തന്നെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നതുള്ളത്. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ പൊടിച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. പൊടിച്ചതാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ഫ്ലഫി ആവുന്നത് വരെ നമുക്ക് ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് ലോ സ്പീഡിലൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുള്ള പാലും കൂടി ചേർത്തെടുത്തൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്തെടുത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ച് ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ നമുക്ക് മിക്സ് എടുക്കാനായിട്ട് പാടായിരിക്കും. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വിസ്കോ സ്പാച്ചിലയോ മറ്റോ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ടീ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ സ്ക്വയർ പാന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കിയ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള എയർ ബബിൾസൊക്കെ മാറിപ്പോകാനാണ് ഇനി ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു പാന് അടുപ്പിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കേക്ക് ട്രേ ഇതിലേക്ക് ഇറക്കി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 30-35 മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ ഈ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഓവനിലാണെങ്കിലും 180 ഡിഗ്രിയിൽ നമുക്കൊരു 30 മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കേക്കിനും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.